ചെന്നായിപ്പാറ കാട്ടിലേക്ക് വണ്ടി തിരിക്കുമ്പോൾ മുകളിൽ കറുത്ത മേഘങ്ങൾ ചന്ദ്രനെ പൂർണ്ണമായും വിഴുങ്ങിയിരുന്നു. കാടിന്റെ വന്യതയിലേക്ക് നീളുന്ന ആ ഒറ്റപ്പെട്ട വഴിയിലേക്ക് പ്രവേശിച്ചതും തണുത്ത ഒരു കാറ്റ് ജീപ്പിനുള്ളിലേക്ക് അടിച്ചുകയറി. ആ കാറ്റിന് ഏതോ പഴയ ചതുപ്പിന്റെയും കരിയിലകളുടെയും മണമായിരുന്നു. ഹെഡ്ലൈറ്റിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഇരുവശത്തുമുള്ള വൻമരങ്ങൾ കൈകൾ നീട്ടിനിൽക്കുന്ന ഭീകരരൂപികളെപ്പോലെ തോന്നിപ്പിച്ചു. ഈ കാട്ടിൽ രാത്രി വന്യമൃഗങ്ങൾ മാത്രമല്ല ഉള്ളത്, അതിനേക്കാൾ ഭയങ്കരമായ മറ്റെന്തോ ഉണ്ട്. നമ്മൾ തിരിച്ചു പോകുന്നതാ നല്ലത്, ജീപ്പിന്റെ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ച് വിനയൻ പറഞ്ഞു. അവന്റെ ഭയം ന്യായമായിരുന്നു. സമയം രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. മൊബൈലിന് റേഞ്ചില്ല. ചുറ്റും ഇരുണ്ടുറങ്ങുന്ന ആനമലയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ചെന്നായിപ്പാറ കാട്. പക്ഷേ പിൻസീറ്റിലിരുന്ന രാഹുലിന്റെ കണ്ണുകളിൽ ആവേശമായിരുന്നു. അവന്റെ കയ്യിൽ ഒരു പഴയ തുകൽച്ചുരുളും മാപ്പുമുണ്ടായിരുന്നു. വിനയ, പേടിക്കാതെ. എന്റെ മുത്തശ്ശന്റെ അപ്പൂപ്പൻ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒളിപ്പിച്ചുവെച്ച സ്വർണ്ണ നാണയങ്ങൾ ഇരിക്കുന്നത് ഈ കാട്ടിലെ ഒരു പഴയ ബംഗ്ലാവിലാണ്. ആരും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഇന്ന് രാത്രി അത് നമ്മൾ സ്വന്തമാക്കും. അവരുടെ കൂടെയുണ്ടായിരുന്ന മൂന്നാമൻ നിതിൻ കയ്യിലിരുന്ന ടോർച്ച് പുറത്തേക്ക് തെളിച്ചു. മരങ്ങൾക്കിടയിലൂടെ മൂടൽമഞ്ഞ് അരിച്ചുകയറുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജീപ്പിന്റെ എഞ്ചിൻ ഒരു ചുമയോടെ ഓഫായി. ഹെഡ്ലൈറ്റുകൾ ഒന്നിരുട്ടി കൺചിമ്മി അണഞ്ഞു. ചുറ്റും ഘനമേറിയ അന്ധകാരം പടർന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ? വിനയന്റെ ശബ്ദം വിറച്ചു. സാരമില്ലടാ, വണ്ടി ഇവിടെ കിടക്കട്ടെ. മാപ്പനുസരിച്ച് ഇവിടുന്നൊരു 500 മീറ്റർ മുന്നോട്ട് നടന്നാൽ ബംഗ്ലാവെത്തും. നടക്കാം. രാഹുൽ ജീപ്പിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. വേറെ വഴിയില്ലാത്തതിനാൽ വിനയനും നിതിനും അവനെ പിന്തുടർന്നു. ടോർച്ചിന്റെ വെളിച്ചം കാട്ടുപാതയിലെ വൻമരങ്ങളെ കീറിമുറിച്ചു. കാട്ടിൽ അസ്വാഭാവികമായ ഒരു നിശബ്ദതയായിരുന്നു. ചീവീടുകളുടെ ശബ്ദം പോലുമില്ല. പെട്ടെന്ന് കാറ്റിനൊപ്പം ഒരു നേർത്ത സ്ത്രീശബ്ദം കേട്ടു. ആരോ മൂളുന്ന ഒരു പാട്ടുപോലെ. പോരരുതേ, ഈ വഴി പോരരുതേ. നീ ആ പാട്ട് കേട്ടോ? നിതിൻ രാഹുലിന്റെ തോളിൽ പിടിച്ചു. കാറ്റിന്റെ ശബ്ദമാടാ, പേടിക്കാതിരീസിക്ക്. രാഹുൽ മുന്നോട്ട് നടന്നു. പക്ഷേ അവന്റെ ഉള്ളിലും ഭയം വിത്തുപാകിയിരുന്നു. അവർ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ മുന്നോട്ടു നീങ്ങി. പെട്ടെന്ന് കാട് മാറി ഒരു വലിയ മൈതാനം പ്രത്യക്ഷപ്പെട്ടു. അതിനു നടുവിലായി തകർന്നു തുടങ്ങിയ ഒരു പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ഭിത്തികളിൽ പായലും വള്ളിച്ചെടികളും പടർന്നു പിടിച്ചിരിക്കുന്നു. അവർ അകത്തേക്ക് കയറി. അന്തരീക്ഷത്തിൽ വവ്വാലുകളുടെ കാഷ്ഠത്തിന്റെയും പഴകിയ മരത്തിന്റെയും മണം വമിച്ചു. ലിവിംഗ് റൂമിന്റെ നടുവിലായി ഒരു വലിയ പഴയ പിയാനോ ഉണ്ടായിരുന്നു. മാപ്പ് പ്രകാരം ഇതിന്റെ താഴത്തെ നിലയിലെ രഹസ്യ അറയിലാണ് നിധിയുള്ളത്, രാഹുൽ പറഞ്ഞു. അവർ താഴേക്കുള്ള പടവുകൾ കണ്ടെത്തി. ഇരുമ്പു ഗോവണികൾ ചവിട്ടുമ്പോൾ കിലുകിലാ ശബ്ദമുണ്ടാക്കി. താഴെ എത്തിയപ്പോൾ അവർ കണ്ടത് ഭിത്തിയിൽ വലിയൊരു ഇരുമ്പുവാതിലാണ്. അതിൽ വിചിത്രമായ ചില ചിഹ്നങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ഇരുമ്പ് താക്കോൽ അതിലിട്ട് തിരിച്ചു. വലിയൊരു ശബ്ദത്തോടെ വാതിൽ തുറന്നു. അകത്തൊരു മേശപ്പുറത്ത് പൊടിപിടിച്ച ഒരു വലിയ തടിയ പെട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞത് നിജമായി. രാഹുൽ ആവേശത്തോടെ ഓടിച്ചെന്ന് ആ പെട്ടി തുറന്നു. അകത്ത് തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങളും വിലപിടിപ്പുള്ള രത്നങ്ങളുമുണ്ടായിരുന്നു. ടോർച്ച് വെളിച്ചത്തിൽ അവ സൂര്യനെപ്പോലെ തിളങ്ങി. നിതിന്റെയും രാഹുലിന്റെയും കണ്ണുകളിൽ ആർത്തി നിറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഒരു ശക്തമായ തണുത്ത കാറ്റ് ആ മുറിക്കുള്ളിലേക്ക് അടിച്ചുകയറി. പുറകിലെ ഇരുമ്പുവാതിൽ വലിയൊരു ശബ്ദത്തോടെ തനിയെ അടഞ്ഞു. ആരാത്? വിനയൻ ഉറക്കെ നിലവിളിച്ചു. അവർ വാതിലിനടുത്തേക്ക് ചെന്ന് അത് വലിച്ചു തുറക്കാൻ നോക്കി. പക്ഷേ അത് പുറത്തുനിന്ന് പൂട്ടിയതുപോലെ അനങ്ങിയില്ല. ആ സമയം മുറിക്കുള്ളിലെ താപനില പെട്ടെന്ന് താണു. അവരുടെ വായിൽ നിന്ന് മഞ്ഞുപുക പുറത്തുവരാൻ തുടങ്ങി. മേശപ്പുറത്തിരുന്ന സ്വർണ്ണപ്പെട്ടിയിൽ നിന്ന് ഒരു കറുത്ത പുക ഉയരാൻ തുടങ്ങി. അത് പതുക്കെ ഒരു സ്ത്രീയുടെ രൂപം കൈവരിച്ചു. അവളുടെ കണ്ണുകൾ ചോരച്ചുവപ്പായിരുന്നു. വായ പൊളിഞ്ഞ് നീണ്ട പല്ലുകൾ പുറത്തേക്ക് തള്ളിനിന്നിരുന്നു. 100 വർഷമായി ഞാൻ കാവലിരിക്കുന്ന നിധിയാണിത്. ഇത് തൊട്ടവർ ആരും ഈ കാട് കടന്നിട്ടില്ല. ആ രൂപം ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ അലറി. ഭയം കൊണ്ട് മൂവരും നിലവിളിച്ചു. ആ പ്രേതരൂപം വിനയന് നേരെ പാഞ്ഞെടുത്തു. അവന്റെ കഴുത്തിൽ ആ രൂപം പിടിമുറുക്കി. വിനയന്റെ ശ്വാസം മുട്ടാൻ തുടങ്ങി. അവന്റെ ശരീരം വായുവിൽ ഉയർന്നു. രാഹുൽ, എന്തെങ്കിലും ചെയ്യേ. നിതിൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തറയിൽ കിടന്ന ഒരു വലിയ ഇരുമ്പ് കമ്പിയെടുത്ത് ആ രൂപത്തിന് നേരെ വീശി.
പക്ഷേ അത് വെറും പുകയിലൂടെ കടന്നുപോകുന്നതുപോലെ കടന്നുപോയി. പെട്ടെന്ന് രാഹുലിന് മുത്തശ്ശൻ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വന്നു. ചെന്നായ്പാറയിലെ നിധി കാവൽമാലാഖയുടേതല്ല, ഒരു ശാപത്തിന്റേതാണ്. അത് തിരികെ വേണമെങ്കിൽ ജീവന്റെ രക്തം നൽകണം. നിതിൻ, ആ പെട്ടിയിലേക്ക് നോക്ക്, രാഹുൽ വിളിച്ചു പറഞ്ഞു. പെട്ടിയുടെ അടിയിലായി ഒരു ചെറിയ കുഴിയുണ്ടായിരുന്നു. രാഹുൽ ഒട്ടും ആലോചിച്ചില്ല. അവൻ തന്റെ പോക്കറ്റ് കത്തിയെടുത്ത് സ്വന്തം കൈയിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കി. ചോരയിറ്റു വീഴുന്ന കൈ അവൻ ആ പെട്ടിയുടെ അടിയിലെ കുഴിയിലേക്ക് വെച്ചു. രക്തം അതിലേക്ക് വീണ നിമിഷം ആ ബംഗ്ലാവ് ഒന്നാകെ കുലുങ്ങാൻ തുടങ്ങി. വിനയനെ കഴുത്തിൽ നിന്ന് വിട്ട് ആ പ്രേതരൂപം വേദന കൊണ്ട് അലറി വിളിച്ചു, "ഇല്ല, ഇത് നിന്റെ ശാപമായി മാറും" എന്ന് നിലവിളിച്ചുകൊണ്ട് ആ രൂപം പുകയായി പെട്ടിക്കുള്ളിലേക്ക് തന്നെ ചുരുണ്ടുകൂടി. അതേസമയം അടഞ്ഞുകിടന്ന ഇരുമ്പുവാതിൽ തനിയെ തുറക്കപ്പെട്ടു. "ഓടിക്കോ," രാഹുൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിധി വേണ്ടെന്ന് വെച്ച് ജീവൻ മാത്രം കയ്യിലെടുത്ത് അവർ മൂവരും മുകളിലേക്ക് ഓട്ടി. പുറത്തിറങ്ങിയപ്പോൾ നേരം പുലർന്നു തുടങ്ങിയിരുന്നു. മൂടൽമഞ്ഞ് പതുക്കെ മാറുകയായിരുന്നു. അവർ ജീപ്പിനടുത്തേക്ക് ഓടിയെത്തി. വിനയൻ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് താക്കോൽ തിരിച്ചു. ഈ തവണ ജീപ്പ് പെട്ടെന്ന് സ്റ്റാർട്ടായി. അവർ ആ കാട്ടിയോട് വിട പറഞ്ഞ് വണ്ടി മുന്നോട്ടെടുത്തു. വണ്ടി ഓടിക്കുന്നതിനിടയിൽ വിനയൻ ചോദിച്ചു, "രാഹുൽ, നീ ആ നിധി അവിടെത്തന്നെ ഉപേക്ഷിച്ചല്ലേ?" രാഹുൽ ഒന്നും മിണ്ടിയില്ല. അവൻ ജീപ്പിന്റെ വിൻഡോയിലൂടെ ദൂരേക്ക് നോക്കി. അവന്റെ വലത് കൈപ്പത്തി മുറുകെ അടച്ചുപിടിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ഗ്ലാസിലെ പ്രതിബിംബത്തിൽ രാഹുലിന്റെ കണ്ണുകൾ ഒരു നിമിഷം ചോരച്ചുവപ്പായി തിളങ്ങുന്നത് വിനയൻ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു. അവന്റെ അടച്ചുപിടിച്ച കൈയിൽ ഒരു പഴയ സ്വർണ്ണ നാണയം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു.